പ്രമോദ് രാമൻ വീണ്ടും ചേരുന്നുണ്ട്. പ്രമോദ്, VS അച്യുതാനന്ദൻ ഈ പാർട്ടിക്കകത്തിങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ ആശയസമരം നടത്തുക, അതിനുവേണ്ടി ശക്തമായ നിലപാട് ദൃഢതയോടെ ഉന്നയിക്കുക, ഓരോ ഘട്ടങ്ങളിലും പാർട്ടിക്ക് അതിന് വിധേയമാകേണ്ടി വന്നിട്ടില്ലേ? അങ്ങനെ വരുമ്പോൾ ആശയവ്യക്തതയുടെ ഒരു ഇടതുവഴിത്താര രൂപപ്പെടുത്തുന്നതിൽ, സ്വന്തം പാളയത്തിൽ രൂപപ്പെടുത്തുന്നതിൽ VSന്റെ പങ്ക് നിർണായകമായിരുന്നില്ലേ? ഞാൻ പെട്ടെന്ന് ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ബദൽ രേഖ, പ്രമോദ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ബദൽ രേഖയുടെ ഘട്ടത്തിൽ ശക്തമായ നിലപാട്. 2006 DIC ഉണ്ടാക്കാൻ പോകുന്നു കെ കരുണാകരൻ. ഏറ്റവും ശക്തനായി വർഗവഞ്ചകനെന്ന് CPM വിശേഷിപ്പിക്കുന്ന കരുണാകരനുമായൊരു രാഷ്ട്രീയ സൗഹാർദ്ദത്തിലേക്ക് ഇടതുമുന്നണി, CPMലെ പിണറായി വിഭാഗമൊക്കെ പോകാൻ നോക്കുമ്പോൾ ശക്തമായി അതിനെതിർ നിലപാടെടുക്കുന്നു. പിന്നീട് അതുപോലെ തന്നെ PDP ബന്ധം വരുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും തെളിച്ചമുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം എന്തായിരിക്കണം എന്നതിൽ VS വ്യക്തികേന്ദ്രിതമല്ലാതെ നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾ വളരെ പ്രധാനമല്ലേ CPMനെ സംബന്ധിച്ച്, കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്? വേണു, അതിൽ നമ്മൾ കാണേണ്ടത് വ്യക്തി കേന്ദ്രീകൃതമല്ലാതെ എന്ന് വേണു സൂചിപ്പിച്ചു. പക്ഷേ VSനെ മറുവശത്ത് നിർത്തിയ പാർട്ടി അതിലെല്ലാം ആരോപിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയ്ക്കുള്ള ചില ഒരു എന്താ പറയുക, അദ്ദേഹത്തിലേക്ക് ശ്രദ്ധ വരുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് എന്ന നിലയ്ക്കാണ്. വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു വാദമായിരുന്നു അത് അന്നേ എന്ന് നമുക്കറിയാം. അപ്പോൾ രണ്ടുപേരും ഈ CPMലെ ഈ പറയുന്ന വിഭാഗീയതയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശയാടിസ്ഥാനമുണ്ടോ ഇല്ലയോ, അതോ രണ്ടുപേർ തമ്മിലുള്ള ഒരു സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം, ഒരു പിടിവിലിയാണോ എന്ന തരത്തിലുള്ള ചർച്ച പോലും ഒരു ഘട്ടത്തിൽ നടന്നിട്ടുണ്ട് നമ്മുടെ സാംസ്കാരിക രംഗത്ത്. അതിൽ പലരും അഭിപ്രായപ്പെട്ടത് അത് CPMന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന മട്ടിൽ തന്നെയാണ്. അത് അദ്ദേഹത്തിന് സ്ഥാനം, ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം 2006 വരുന്ന ഘട്ടത്തിൽ അത് നേടുക എന്നതായിരുന്നു എന്ന നിലയ്ക്കുള്ള ചില സംസാരങ്ങൾ തന്നെയാണ്. പക്ഷേ മറുവശത്ത് വേണു പറഞ്ഞതുപോലെ തന്നെ പല സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെയോ അദ്ദേഹത്തിന്റെ തന്നെ അദ്ദേഹത്തോടൊപ്പം ആരൊക്കെ നിൽക്കുന്നു എന്ന് തന്നെയോ ആശ്രയിക്കാതെ അദ്ദേഹം ധാരാളം നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞതെല്ലാം തന്നെ വളരെ നിർണായകമായിരുന്നു. ഇപ്പോൾ ബദൽ രേഖയ്ക്കെതിരായ നിലപാട് എന്ന് പറയുന്നത് നമുക്ക് അന്ന് പാർട്ടി ഒന്നടങ്കം അതിനൊപ്പമായിരുന്നു. പിന്നീട് ആ നിലയ്ക്ക് അതിന് പിന്നീട് കരുത്ത് നേടുകയുണ്ടായെങ്കിലും മറ്റു പല സന്ദർഭങ്ങളിലും ഇപ്പോൾ DICയുമായിട്ടുള്ളതാകട്ടെ, അല്ലെങ്കിൽ പോകട്ടെ PDPയുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിലാവട്ടെ, അതിനൊന്നും പാർട്ടിയുടെ പിന്തുണ പിന്നീട് ലഭിച്ചില്ല. അതൊരു പാർട്ടി നിലപാടായിട്ട് ഒട്ടും മാറിയതുമില്ല. യഥാർത്ഥത്തിൽ അത് VSന്റെ മാത്രം നിലപാടായി അവിടെ നിന്നു. പക്ഷെ അത് പാർട്ടിക്കുള്ളിൽ തന്നെ നിന്നു എന്നുള്ളതാണ്. അവിടെ ധാരാളം സഖാക്കളെ സംബന്ധിച്ചിടത്തോളം, അണികളെ സംബന്ധിച്ചിടത്തോളം, നേതൃതലത്തിൽ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രധാനപ്പെട്ട ഒരു വഴിത്താര തുറന്നു എന്നുള്ള കാര്യത്തിൽ, ഒരു ആശയ വ്യക്തതയുടെ വഴിത്താര തുറന്നു എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി LDF നേടിയപ്പോൾ VSന്റെ ഒരു ചിരി, വാർത്താ സമ്മേളനത്തിലെ ചിരി വേണുവും ഓർക്കുന്നുണ്ടാവും. അതന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്തായിരുന്നു ആ ചിരിയുടെ അർത്ഥം? ആ ചിരിയുടെ അർത്ഥം എന്നത് അന്ന് അദ്ദേഹം നൽകിയ ആ ഒരു സന്ദേശം എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ഒരു ചിരിയായിരുന്നു എന്ന് വേണം പറയാം. അല്ലാതെ സ്വന്തം പാളയത്തിൽ തോൽവി അടഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം അങ്ങനെ ചിരിക്കുന്നത് പാർട്ടി വിരുദ്ധമല്ലേ എന്ന ചോദ്യം ഉയർത്തിയാൽ അത് അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ കാണാം. പക്ഷേ അദ്ദേഹം മുന്നോട്ട് വെച്ച പല ആശയങ്ങളോടും പാർട്ടി പുറംതിരിഞ്ഞു നിന്നു, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായ ഒരു നിലയിലാണെന്ന് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിന്റെ ഫലമായിട്ടാണ് അങ്ങനെയൊരു ഫലമുണ്ടായത് എന്ന നിലയിലുള്ള ഒരു സീറ്റിൽ മാത്രമാണ് LDF ജയിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ, കാസർഗോഡ് മാത്രം. എനിവേ, അത് അങ്ങനെയൊരു ഒരു റിസൾട്ടിലേക്ക് പോവുകയും ചെയ്തു. എന്നാലോ പിന്നീട് നമ്മൾ കാണേണ്ടത് വേണു, ഇപ്പോൾ 2016 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വളരെ പ്രായാധിക്യം പൂണ്ട VS മത്സരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരിക്കലും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് ഇനി കടന്നു വരാൻ സാധ്യതയില്ല എന്ന നിലയിൽ പൊതുവിൽ എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ VSനെ ഉടനീളം കേരളത്തിലുണ്ടായിരുന്ന LDF സ്ഥാനാർത്ഥികൾ ഉടനീളം അദ്ദേഹത്തിന്റെ ചിത്രം വെച്ചാണ് പ്രചാരണം നടത്തിയതെന്ന് നമ്മൾ കാണണം.
അദ്ദേഹത്തിന്റെ ചിത്രമായിരുന്നു മുഖ്യമായും അവരുടെ പ്രചാരണ ബോർഡുകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. വി എസിനെ അവർ അത്ര കണ്ടും പാർട്ടിക്ക് അത്ര കണ്ട് ഉപയോഗിക്കേണ്ടി വന്നു. വി എസ് ഇല്ലാത്ത അല്ലെങ്കിൽ വി എസിനെ, കാരണം തിരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിയുന്ന അലയൊലി അതിനു മുമ്പ് തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞിരുന്നു. 2011 തന്നെ വളരെ ചുരുങ്ങിയ സീറ്റുകൾക്ക് തുടർഭരണം നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ. അപ്പോൾ അത് സംഭവിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം, അതിലൂടെ വി എസ് എന്താണ്, ഈ കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ വി എസ് എന്താണ് എന്നത് പാർട്ടി തിരിച്ചറിഞ്ഞിരുന്നു എന്ന് തന്നെയാണ്. അതിന് ഔദ്യോഗികമായ ആരുടെയെങ്കിലും ഒരു അനുമതിയുടെ സംഗതിയല്ല അതിനകത്ത് ഉണ്ടായിരുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും വി എസിന്റെ ചിത്രം വെച്ച് പ്രചാരണം നടത്തിയെങ്കിൽ അതിന്റെ അർത്ഥം വി എസിനെ നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിൽ പാർട്ടിക്കും ചില ബോധോദയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ കാണണം. അങ്ങനെ വി എസ് എന്നത് അനിഷേധ്യമായ ഒരു ആശയ സാന്നിധ്യമായി പിന്നീട് പാർട്ടിയിൽ രൂപം കൊള്ളുകയായിരുന്നു. ഞാനിപ്പോൾ ഇതിനിടയിൽ വേണു ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അസാന്നിധ്യം, എന്നെ വേദനിപ്പിക്കുകകൂടി ചെയ്യുന്ന സാന്നിധ്യം സീതാറാം യെച്ചൂരിയുടേതാണ്. നമ്മൾ ഓർക്കണം, PBയിൽ പലവട്ടം ഈ വിഷയങ്ങൾ ചർച്ചയിലേക്ക് വന്നപ്പോഴും പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ എപ്പോഴും വി എസിന്റെ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചിരുന്ന വളരെ വളരെ സങ്കുചിതമായ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ ലെനിനിസ്റ്റ് സമീപനം, ആ സമീപനം കൊണ്ടാണ് വി എസിനെ എപ്പോഴും അദ്ദേഹത്തിന് വേണ്ട വിധം സപ്പോർട്ട് ചെയ്യാൻ കഴിയാതെ പോയത്. അതേസമയം തന്നെ രാഷ്ട്രീയ സമരങ്ങൾ എന്ന വി എസിന്റെ ആ ഒരു കമ്മ്യൂണിസ്റ്റ് സമീപനമാണ് സീതാറാം യെച്ചൂരി അദ്ദേഹത്തോട് അടുപ്പിച്ചത്. അപ്പൊ സീതാറാം യെച്ചൂരി എല്ലാ കാലത്തും വി എസിനെ പിന്തുണച്ചു. അത് PBയിലാവട്ടെ കേന്ദ്ര കമ്മിറ്റിയിലാവട്ടെ ഒക്കെ തന്നെ ആ പിന്തുണയും അതോടൊപ്പം തന്നെ യെച്ചൂരിയോടൊപ്പം നിൽക്കുന്ന സഖാക്കളുടെ അല്ലെങ്കിൽ ആ ഒരു നേതൃനിരയുടെ പിന്തുണയും ഒക്കെ വി എസിനെ സഹായിച്ചിട്ടുണ്ട്. അത് സഹായിക്കുക എന്നത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ വേണ്ടിയല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് പാർട്ടിയിലെ ഒരു ന്യൂനപക്ഷ പിന്തുണയെങ്കിലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിലാണ്. അതിനെ നിഷേധിച്ച്, അതിനെ നിരാകരിച്ച്, വെട്ടിനിരത്തി പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു സമീപനത്തിലേക്ക് എത്തിക്കുന്നതിൽ ആ പിന്തുണകൾ നിർണായകമായിരുന്നു എന്ന് നമ്മൾ കാണണം. അപ്പോൾ വി എസ് ഇന്നും ഒരുപക്ഷെ ആ കാലഘട്ടത്തിന് ശേഷം നമ്മൾ പോരാട്ടങ്ങളുടെ അദ്ദേഹത്തിന്റെ ബാല്യം, അദ്ദേഹത്തിന്റെ യൗവനം, ആ കാലഘട്ടത്തിൽ അദ്ദേഹം പോരാടി വളർന്നു വന്ന പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിലും പാർട്ടിയുടെ ഒരു സമര ചരിത്രം രചിക്കുന്നതിലും വി എസ് നൽകിയ സംഭാവന പോലെ തന്നെയാണ് പിൽക്കാലത്ത് പാർലമെന്ററി രാഷ്ട്രീയത്തിന് കൂടുതൽ പ്രാധാന്യം കൈവന്ന CPMന്റെ രാഷ്ട്രീയ ചരിത്രത്തിലും വി എസ് നടത്തിയ അല്ലെങ്കിൽ വി എസ് നൽകിയ മുദ്രകൾ എന്നാണ് ഞാൻ കരുതുന്നത്. വേണു, ശരിയാണ്. ഈ പാർലമെന്ററി രംഗത്ത് വി എസ് അച്യുതാനന്ദന് പ്രത്യേക താല്പര്യമുണ്ട് എന്നൊക്കെയുള്ള ദുസ്സൂചന വരുന്ന പ്രതികരണങ്ങൾ പിണറായി വിജയൻ നടത്തുന്നതൊക്കെ പ്രമോദിന് ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹം ദീർഘകാലം പാർലമെന്ററി രംഗത്തായിരുന്നല്ലോ പ്രവർത്തിച്ചത് എന്നൊക്കെ പിണറായി വിജയൻ സൂചിപ്പിച്ചത് നമുക്ക് ഓർമ്മയുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ യെച്ചൂരിയുടെ കാര്യം പ്രമോദ് ഓർമ്മിപ്പിക്കുകയുണ്ടായി. വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിലാണ് യെച്ചൂരി 2015 അല്ലേ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത്. ആ ഘട്ടത്തിലും ഈ പറയുന്ന കാരാട്ട് ഒഴിയുകയാണ്. നിർബന്ധിതമായും പുതിയൊരു ജനറൽ സെക്രട്ടറിയിലേക്ക് പോകേണ്ട സാഹചര്യവും വരികയാണ്. ഈ 3 വട്ടം എന്ന് പറയുന്നത് കാരാട്ട് തന്നെ ജനറൽ സെക്രട്ടറി ആയിരിക്കാൻ നിശ്ചയിച്ച പരമാവധി കാലാവധിയുമാണ്. 2015 പക്ഷേ വിശാഖപട്ടണത്തേക്ക് എത്തുമ്പോൾ നാം കാണുന്നത് എസ് രാമേന്ദ്രൻ പിള്ളയെ മുന്നോട്ട് കൊണ്ടുവരാൻ കേരള ഘടകം, പ്രത്യേകിച്ച് പിണറായി പക്ഷത്തിന്റെ നീക്കങ്ങൾ നടക്കുന്നതാണ് കാണുന്നത്. അതിനുശേഷമാണ് പിന്നീട് അവിടെ ഈ പറയുന്ന നാടകീയമായി യെച്ചൂരി തന്നെ ജനറൽ സെക്രട്ടറി ആകുന്നത്. പ്രമോദിന് ഓർമ്മയുണ്ടാവുമല്ലോ, നേരത്തെ മിന്നൽ പിണറായി എന്ന് മനോരമയുടെ ഒരു തലക്കെട്ടിനെ ഓർമ്മിച്ചതുപോലെ അന്ന് ഈ പ്രധാനപ്പെട്ട ജനറൽ സെക്രട്ടറിയായി തീരുമാനിക്കപ്പെടാൻ പോകുന്ന ദിവസം, പാർട്ടി കോൺഗ്രസിന്റെ അവസാന ദിവസം, ഈ വി എസ് അച്യുതാനന്ദനും യെച്ചൂരിയും ഒരുമിച്ച് താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ യെച്ചൂരിക്ക് മംഗളാശംസകൾ നേരുകയാണ് വി എസ്. ഹസ്തദാന ബോംബെന്നാണ് അതിന്, അങ്ങനെ എന്തോ ആണ് മനോരമ കൊടുത്ത തലക്കെട്ടും. കാരണം ജനറൽ സെക്രട്ടറിയായി നിങ്ങൾ ജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ തന്നെ അതിലെ അനൗചിത്യവും ഒക്കെ കണ്ടൊന്ന് ആശങ്കപ്പെട്ട, എന്നാൽ വി എസുമായിട്ടുള്ള ഊഷ്മള ബന്ധവുമൊക്കെ ഓർമ്മിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് യെച്ചൂരി അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധ ശൈലിയിൽ അതിന് മറുപടി നൽകുന്നതൊക്കെ നാം കണ്ടതാണ്. അപ്പോൾ സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തന്നെ എന്നാൽ ശക്തമായ നിലപാടുകൾ പറയുക, ആ രീതി യെച്ചൂരി ആയാലും വി എസ് ആയാലും ഒക്കെ പുലർത്തിയിട്ടില്ലേ? ഉറപ്പായിട്ടും അത് അതിനൊന്നും ഒരു സംശയവും ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പാർട്ടിയുടെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അത്
ഒരുപക്ഷെ യെച്ചൂരി മാത്രമേ VSനോട് ആ നിലയ്ക്കുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമുക്ക് അറിയുന്നതിനും ചില പരിമിതികളുണ്ടല്ലോ. എന്നാൽ തന്നെയും ആ പരസ്പര ധാരണ എന്നുള്ളത് തന്നെയാണ്. അന്ന് അവിടെ വെച്ച് യെച്ചൂരി ജനറൽ സെക്രട്ടറിയായി വരിക എന്ന് പറയുന്നത് VSന്റെ ആഗ്രഹമാണ്. അതേസമയം പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരള ഘടകത്തിന് S രാമേന്ദ്രപിള്ളയോടാണ് താല്പര്യം എന്ന നിലയ്ക്കാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഭാവം അദ്ദേഹം തെളിച്ച് വളരെ ഊഷ്മളമായി തന്നെ പ്രകടിപ്പിച്ചിട്ടാണെന്ന് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് വലിയ ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. അദ്ദേഹം VSനെ സംബന്ധിച്ചിടത്തോളം ഈ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നിൽ പിന്നെ പാർട്ടിയേ ഉള്ളൂ. അദ്ദേഹം അങ്ങേയറ്റം നിർഭയനായിരുന്നു എന്നുകൂടി നമ്മൾ കാണണം. നിർഭയനായിരുന്നു. ആ നിർഭയത്വം അദ്ദേഹത്തെ പല പ്രതിസന്ധികളിലും എത്തിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരുപക്ഷെ വേണുവിന് ഓർക്കാവുന്നതാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ഉടനീളം നടന്ന വാർത്താ സമ്മേളനങ്ങൾ. ആ വാർത്താ സമ്മേളനങ്ങൾ എല്ലാ ബുധനാഴ്ചയും ക്യാബിനറ്റിന് ശേഷം നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഈ ഭരണ തീരുമാനങ്ങൾ വിവരിച്ചതിന് ശേഷം ഒരു രാഷ്ട്രീയ സംവാദം എന്ന മട്ടിലാണ് അതത് കാലഘട്ടത്തിലെ രാഷ്ട്രീയ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ഉന്നയിച്ചത്. അപ്പോഴൊക്കെ അദ്ദേഹം അതിനെല്ലാം കൃത്യമായി തന്നെ മറുപടി പറഞ്ഞു പോവുകയാണ് ചെയ്തത്. ഏതെങ്കിലും വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹം മുന്നോട്ട് നീങ്ങി ഒരുപക്ഷെ മറയുന്ന സ്ഥലത്ത് വെച്ച് മറുപടി പറയുന്ന ഒരു രീതി. CPM-ന്റെ കേന്ദ്രങ്ങൾ പറയുന്ന ഒരു പ്രയോഗവും ഉണ്ടായിരുന്നു, വിവാദമൂല എന്ന്. വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം നടന്നു പോകുമ്പോഴാണ് VS പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്ന വിവാദമൂല. ഇപ്പൊ മുൻപ് EK നായനാർ മന്ത്രിസഭ തീരുമാനങ്ങൾ വിശദീകരിക്കുന്ന ഘട്ടത്തിൽ നാം കേട്ടിട്ടുണ്ട്, E ചന്ദ്രശേഖരൻ നായരെയും ശിവദാസ മേനോനെയും അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്താറുണ്ട്. അത് വേറൊന്നുകൊണ്ടല്ല, എന്തെങ്കിലും അബദ്ധം നായനാർ പറയാതിരിക്കാനൊക്കെയാണ് എന്ന് അന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയായിരുന്നില്ല. VS ഒറ്റയ്ക്ക് വന്ന് കൃത്യമായി മാധ്യമങ്ങളെ കാണുന്നു, അതിനുശേഷം പറയേണ്ടതെല്ലാം പറയുകയും ചെയ്യുന്നു, രാഷ്ട്രീയം ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നു. പ്രധാനപ്പെട്ട പല വിവാദങ്ങളുടെയും കേന്ദ്രമായ ആ മൂല മാറുകയും ചെയ്ത് നമ്മുടെ മുന്നിലുള്ളതാണ്.